2030 കാലത്തേക്കുള്ള ദുബായ് വാണിജ്യ ലോജിസ്റ്റിക്സ് റോഡ് ഗതാഗത സ്ട്രാറ്റജിക്ക് അന്തിമ രൂപമായി. ദുബായ് RTA ആണ് ഇത് സംബന്ധിച്ച് പദ്ധതി ആവിഷ്കരിച്ചത്. ദുബായിയുടെ സാമ്പത്തിക വളർച്ചയിൽ റോഡ് ഗതാഗതത്തിന് 16.8 ബില്യൺ ദിർഹം സംഭാവന നൽകാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 75% സാങ്കേതിക വളർച്ച ഉറപ്പാക്കുന്നതാണ് 2030 ദുബായ് വാണിജ്യ ലോജിസ്റ്റിക് റോഡ് ഗതാഗത സ്ട്രാറ്റജി. കാർബൺ ബഹിർഗമനത്തിൽ 30% കുറവ് വരുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഓപ്പറേഷൻ കാര്യക്ഷമതയിൽ 10% വർധനയാണ് കണക്കാക്കുന്നത്. വാണിജ്യ ഗതാഗത രംഗത്ത് 3,51,000 വാഹനങ്ങളും 9,699 കമ്പനികളുമാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നിട്ട 5 വർഷ കാലയളവിനുള്ളിൽ എല്ലാ തലങ്ങളിലുമായി 34% വളർച്ച കൈവരിക്കാൻ വാണിജ്യ ഗതാഗത മേഖലയ്ക്ക് സാധിച്ചതായും RTA അധികൃതർ വിലയിരുത്തി. 2022 മാത്രം പുതുതായി വാണിജ്യ ഗതാഗത രംഗത്ത് 2,42,000 തൊഴിലവസരങ്ങളാണ് ഉറപ്പാക്കാനായത്. വാണിജ്യ ഗതാഗത രംഗത്തെ പുതിയ ഉണർവിന് ആക്കം കൂട്ടാൻ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നതായി RTA ഡയറക്ടർ ജനറൽ മതാർ അൽ തായർ പറഞ്ഞു. വാണിജ്യ ഗതാഗത മേഖലയുടെ വളർച്ചയ്ക്കായി 17 പദ്ധതികളാണ് RTA ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. മീഡിയ 1 ദുബായ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.